ചട്ടമ്പി കല്യാണി. രചന ദിയ ദേവേന്ദു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. വീണ്ടും കാശി. ആൻസർ മീ, എന്തിനങ്ങനെ ചെയ്ത്? കാശിക്ക് തീരെ ക്ഷമയില്ല. ഏതായെന്നൊന്നും മനസ്സിലായില്ലെങ്കിലും ഇനിയും മറുപടി കൊടുത്തില്ലെങ്കിൽ അവൻ ഫോണിൽ കൂടി ഇപ്പുറത്തെത്തും. അത് തോന്നിയിട്ടോ എന്തോ വില്ലൻ പറഞ്ഞു. ഡാ, നീ കൂടുതൽ കിടന്ന് തിളക്കല്ലേ. ഏതവളാണെങ്കിലും ചെയ്തു എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടാ. അല്ലാതെ ഒളിച്ചുമ്പോ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായെന്നോ ഇല്ലെന്നോ പറയാനുള്ള ഗ്യാപ്പ് കാശി കിട്ടിയില്ല. അതിനുമുമ്പേ വില്ലൻ കട്ടാക്കി. അതോടെ കാശിക്ക് ഒരു കാര്യം മനസ്സിലായി. വേറെന്താ, വില്ലന്മാര് ഇനിയുണ്ട്. ഇതൊരു നടക്ക് പോവൂല. നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ തെലുങ്ക് നടന്മാരെ സമീപിച്ച് കുറച്ച് യുദ്ധമുറകളൊക്കെ അഭ്യസിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ഒറ്റ ചവിട്ടിന് ചൊവ്വയിലെത്തുന്ന ട്രിക്കൊക്കെ വേണ്ടി വരും. കാശി വീണ്ടും ആലോചിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ ആരുടെ ഉറക്കം കളി? ആര് വിളിക്കും? കിട്ടി. വീണ്ടും അവന്റെ കോള് കേരളത്തിലേക്ക് പോയി. ഹലോ. മറുതലക്കിൽ ഉറക്കം തുടങ്ങിയ മറ്റൊരു ശബ്ദം സായിയുടെ. ഡാ, എണീറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. കാശി ഗൗരവത്തിൽ പറഞ്ഞു. രാത്രി ദാസയുടെ കിരണങ്ങൾ വരുന്നോണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണതല്ലേ കേട്ടോ. പറഞ്ഞിരുന്ന കൂർക്കം വലിക്കുന്ന സൗണ്ട് കേട്ടു. കാശി ഫോണിലേക്ക് സംശയത്തോടെ നോക്കി. നമ്പർ മാറിയിട്ടില്ലെന്ന് കണ്ടത് ആദ്യം വില്ലനെ വിളിച്ചതിന്റെ ബാക്കി തെറി അവന് കൊടുത്തു. ഇപ്പൊ കൂർക്കം വലിയുമില്ല, നാസയുമില്ല. എണീറ്റ് കുത്തിയിരിപ്പുണ്ട്. സായി കണ്ണ് നന്നായി തിരുമ്മി ഫോണിലേക്കും ക്ലോക്കിലേക്കും ഒക്കെ മാറി മാറി നോക്കി. നീ എന്താണ് ഈ നേരത്ത്? ബോധം വന്നപ്പോൾ ഫോൺ എടുത്ത് ചോദിച്ചു. അവന് ബോധം വന്നെന്ന് മനസ്സിലായതും കാശി കല്ല് അയച്ച മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നൊക്കെ പറഞ്ഞു. എപ്പോഴാ ബോധം പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അയാള്? സായി അർത്ഥോഗതിയിൽ നിർത്തി. അയാളല്ല, ഞാൻ ചോദിച്ചു. അല്ലേ? അപ്പൊ പിന്നെ ആരാ? എനിക്കറിയില്ല. എന്റെ അറിവിൽ അങ്ങനെ ആരുമില്ല. അല്ലേടാ, അയാളിനി നുണ പറഞ്ഞാണെങ്കിലോ? അതിന് സാധ്യയില്ലടാ. അയാൾ പറഞ്ഞ പോലൊക്കെ ഞാൻ ചെയ്തില്ലേ. ഇനി അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അതും ശരിയാ. അപ്പൊ പിന്നെ അവളുടെ ശത്രുവാ. അവളുടെയോ? കാശിക്ക് വിശ്വാസം വരുന്നില്ല. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. അല്ല, അവളുടെ സ്വഭാവം വെച്ച് ആരെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. അതും ശരിയാ. എന്തായാലും ഞാനിവിടെ നിൽക്കുന്നില്ല. കുറച്ച് വർക്ക് കൂടി തീർക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഉടനെ വരാം. അതിനുമ്പ് നീ ഒന്ന് അന്വേഷിച്ച് നോക്ക്. ശരിയാ, നീ സമാധാനമായിട്ടിരിക്കുക. അവൾക്കൊന്നും സംഭവിക്കില്ല. സായി കൊടുത്ത സമാധാനത്തിൽ അവൻ എങ്ങനെയോ ഉറങ്ങി. എങ്കിലും കണ്ണടക്കുമ്പോഴെല്ലാം ഒരു മുഖം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. അവളയച്ച ഓരോ വരികളും വായിക്കുമ്പോൾ ഉള്ളിൽ ഭീതി ഉഴലുകയായിരുന്നു. അവൾക്കൊരു നോട്ടം കൊണ്ടുപോലും ബുദ്ധിമുട്ട് നേരിടുന്നത് സഹിക്കാൻ കഴിയുന്നില്ല എന്നത് അവന് മനസ്സിലാകുകയായിരുന്നു. ഇതേ സമയം മറ്റൊരാൾ ഉറക്കമില്ലാതെ ചിന്തയിലാണ്ടിരുന്നു. യാരിത്? നോക്കേണ്ട, വില്ലനല്ല, നമ്മുടെ സ്വന്തം ജഗ്ഗു. കാശിയുടെ ഉത്കണ്ഠയും കല്ലിയുടെ നേരെയുള്ള ആക്രമണം കൂട്ടിച്ചേർത്ത് വായിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൻ. അവൾ ആക്രമിക്കപ്പെടുമെന്ന് മുൻകൂട്ടി കണ്ട പോലെ ആയിരുന്നില്ല അവന്റെ ടെൻഷൻ. അതിൽ നിന്നും കാശിക്കാരുടെ ഭീഷണിയുണ്ടെന്ന് അത് അവൻ മറച്ചു വെക്കുന്നതെന്ന് ജഗ്ഗു മനസ്സിലാക്കി. എന്നാൽ അതാരാണ്, എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവന് കിട്ടിയില്ല. ആ ഗുണ്ടകൾ വഴി ഒരു അന്വേഷണം നടത്തണമെന്ന് അവൻ തീരുമാനിച്ചു. അങ്ങനെ കൂട്ടിയും കഴിച്ചപ്പോഴോ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് കാശിയും സായിയും ജഗ്ഗുവും അവരുടെ പുതിയ പ്ലാനുകളുമായി യാത്ര ആരംഭിച്ചു. മറ്റൊരിടത്ത് വില്ലന്മാർ അവരുടെ പ്ലാനുകളുമായി മുന്നോട്ട്. ഇതൊന്നും അറിയാതെ കല്ലുവും മീനും അച്ചു അവരുടെ കലാലയ ജീവിതത്തിന്റെ അവസാന നാളുകൾ ആഘോഷമാക്കാനുള്ള തിരക്കിലും. പിറ്റേന്ന് സായിക്കൊപ്പം കോഫി ഷോപ്പിലിരിക്കുകയായിരുന്നു മീനു. കല്ലു അച്ചു അടുത്ത ടേബിളുണ്ട്. മീനു റൊമാൻറ്റിക്കായി സായിയെ നോക്കുന്നു, സംസാരിക്കുന്നു. എന്നാൽ അവന്റെ മനസ്സ് മറ്റെവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്തേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സായി ഞെട്ടി അവളെ നോക്കി. പിന്നെ മുഖം പ്രസന്നമാക്കി വെച്ച് അവളോട് ചിരിച്ചു. എനിക്കെന്ത് പ്രശ്നം? നിനക്ക് തോന്നിയതാവും. അവനവളെ നോക്കാതെ പറഞ്ഞു. കള്ളം പറയണ്ട, എന്തുകൊണ്ട് നിനക്ക് മനസ്സിലായി? എന്നോട് പറയാൻ പറ്റുന്നതാണ് ഈ പറയും. സായിക്കളോട് തുറന്നു പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കല്ലുവിന് ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന് മാത്രം ചോദിച്ചു. അങ്ങനെ പറയത്തക്ക ശത്രുക്കളൊന്നും അവൾക്കില്ല. അവൾ തല്ലിന് വഴക്കിന് പോയവരൊന്നും പിന്നെ അവൾക്ക് നേരെ നിന്നിട്ടില്ല. എന്തായാലും നീ അവരാരൊക്കെയാണെന്ന് പറ. അവര് മീനൊന്ന് ആലോചിച്ചുകൊണ്ട് നിർത്തി. ആദ്യം അവൾ തല്ലിയത് +2 പഠിക്കുമ്പോൾ കോളേജിൽ അലമൻ ചെക്കനെയാ. എന്തായിരുന്നു അവന്റെ പേര്? അമല്. അവൻ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയെ ശല്യം ചെയ്തതിന്. അവൻ പിന്നീട് വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ബസ്സിൽ വെച്ച് ശല്യം ചെയ്ത ആൻ്റപ്പൻ, ബസ് സ്റ്റോപ്പിലെ സുജിത്ത്. അങ്ങനെ അവളുടെ ലിസ്റ്റ് നീണ്ടു പോകുന്നതോറും അവന്റെ കണ്ണ് മിഴിഞ്ഞു കുഴിഞ്ഞു വന്നു. 1 2 ഏറിപ്പോയാൽ 3 പേരെ പ്രതീക്ഷിച്ച് അവന് മുമ്പിൽ അവൾ നിരത്തിയത് 5 സ്റ്റാർ ഹോട്ടലിലെ മെനു പോലൊരു സാധനമാണ്. ഇതെല്ലാം കൂടി ഓർത്തെടുക്കാനുള്ള ബുദ്ധിശക്തി അവനില്ലാത്തതുകൊണ്ട് അവൻ അത് അവളെ കൊണ്ട് ഒന്നുകൂടി പറയിപ്പിച്ച് ഫോണിൽ റെക്കോർഡ് ചെയ്തു. അല്ല പിന്നെ. അവിടെ നിന്നും പിരിഞ്ഞ ശേഷം സായി കാശി വിളിച്ച് ഭാര്യയുടെ ശത്രുക്കളുടെ ലിസ്റ്റ് അയച്ചു കൊടുത്തു. കാശി ഇതിലും വലിയ ഗതികെട്ടം വേറെ ഉണ്ടോ എന്ന അവസ്ഥയിലായി. അവൻ അവിടെ ഇരുന്ന് അതൊക്കെ കണ്ടുപിടിക്കട്ടെ. ഞാൻ പോയി ശനിയാഴ്ച വരാം. കാശി വേഗം നാട്ടിലേക്ക് വരാൻ വേണ്ടി ഓഫീസിലെ ജോലികൾ തകർത്ത് ചെയ്യാൻ തുടങ്ങി. വേഗം വന്നിട്ട് വേണം ശത്രുക്കളെയൊക്കെ ഒതുക്കാൻ. ഇല്ലെങ്കിൽ ഒരേ ഒരു പൊണ്ടാട്ടി അവിടെ 12,000 ശത്രുക്കളിൽ ആരെങ്കിലും കൊണ്ടുപോകും. ഇതേ സമയം സായി ലീവ് എടുത്ത ആ ലിസ്റ്റിലുള്ളവരുടെ പുറകെയായിരുന്നു.
ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ അവളെ പേടിച്ച് നന്നായി കുറച്ച് പേര് ഒഴിവാക്കി. എന്നാൽ ഇനിയും ബാക്കിയുണ്ട് 10-15 എണ്ണം. അവരുടെ അഡ്രസ് തപ്പിയെടുത്തപ്പോഴേക്കും കാശി ലാൻഡായി. കാശി വരുന്ന കാര്യം സായിക്കും കിരണിന് മാത്രമേ അറിയൂ. വീട്ടിലാരോടും പറഞ്ഞിട്ടില്ല. അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചേരെ പഞ്ഞി കിട്ടിയിട്ട് അവൾക്ക് മുമ്പിലേക്ക് പോവുന്നൊരു വാശിയാണ് കാശിക്ക്. സായി കുറച്ചു ദിവസമായി മീനുവിനെ കാണാൻ പോവാറില്ല. ഓഫീസിൽ നല്ല തിരക്കുള്ളതുകൊണ്ട് മര്യാദക്കൊന്ന് വിളിച്ച് സംസാരിക്കാനും സാധിച്ചില്ല. അവൾ വിളിക്കുമ്പോഴെല്ലാം അവൻ എന്തെങ്കിലും മീറ്റിംഗിലായിരിക്കും. ഒരു ദിവസം ക്ലാസ്സിൽ ഇന്റർവെൽ സമയത്ത് പുറത്തെ മരച്ചോട്ടിലിരിക്കുകയായിരുന്നു അച്ചുവും കല്ലും. അപ്പോഴാണ് മീനു കയ്യിൽ ഫോൺ പിടിച്ച് ചവിട്ടിത്തുള്ളി അങ്ങോട്ട് വരുന്നത്. അച്ചുവേ, അർജന്റ് ഗോൾഡ് എന്ന് പറഞ്ഞു പോയ സാധനമല്ലേ വരുന്നേ? അതേലും മൈൻഡ് ചെയ്യാൻ പോകണ്ട, വിളിച്ചപ്പോ എന്തായാലും ചാടാ. രണ്ടുപേരും അവളെ മൈൻഡ് ചെയ്യാതെ വേറെങ്ങോട്ടോ നോക്കി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അടുത്തു വന്ന മീനുവിന്റെ അലർച്ച കേട്ട് രണ്ടുപേരും അറിയാതെ നോക്കിപ്പോയി. പിന്നെയാണ് ജാഠയുടെ കാര്യം ഓർത്ത്. അപ്പൊ തന്നെ മോഡ് മാറ്റി. ഏത് മോഡ്? എന്താ? ഈ ഫോണിലേക്ക് ഒരാൾ വിളിക്കുമ്പോൾ മാത്രം സ്വിച്ച് ഓഫ് ആണെന്ന് പറയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ആൾ രണ്ടുപേരുടെയും നടക്കിരുന്ന് വളരെ കാര്യമായിട്ടാണ് ചോദിക്കുന്നത്. പാവത്തിന് അവരുടെ ഉദ്ദേശം വ്യക്തമായില്ല. ഉണ്ടല്ലോ. എന്താ? വേം പറ. മീനു അച്ചുവിന്റെ നേരെ തിരിഞ്ഞിരുന്ന് ചോദിച്ചു. മറുപടി പറഞ്ഞ കല്ലുവാണ്. ആദ്യം അയാൾ അങ്ങോട്ട് വിളിച്ചിട്ട് അയാൾ ഫോൺ എടുത്ത് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കാൻ പറയാം. എന്നിട്ട് അപ്പം തന്നെ കോൾ കട്ടാക്കി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. അപ്പം അയാൾ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് പറയും. മീനു രണ്ടുപേരെയും നോക്കി. ആധികാരികമായി എന്തോ പറഞ്ഞ ഭാവമാണ് രണ്ടിനെയും മുഖത്ത്. ചങ്കളായി പോയി, എനിക്ക് ഒറ്റപ്പെട്ടിന് കൊന്നനെ ഞാൻ. വന്നതിലും മേത്തിൽ തിരിച്ചു പോകുന്നതിനിടെ അവൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കാശി വന്നതിന്റെ പിറ്റേന്ന് തന്നെ അന്വേഷണം തുടങ്ങി. സായി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചതിൽ 10 പേര് കോളേജ് പിള്ളേരും 5 പേര് പുറത്തുനിന്നുള്ളവരുമാണ്. ആദ്യം കോളേജിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി. കൂട്ടിന് അവന്റെ കോളേജ് മേറ്റ്സ് നിതീഷും വർമ്മയും ഉണ്ട്. രണ്ടുപേരെയും പണ്ട് ഒളിച്ചോടിച്ച് കെട്ടിച്ച് വിടാൻ മുന്നിൽ നിന്നവരാണ് കാശിയും സായിയും ഒക്കെ. അതുകൊണ്ട് ഇവനിങ്ങനെ ഒരു കാര്യത്തിന് പോവാണെന്ന് കേട്ടതും രണ്ടും കൂടി ചാടി പുറപ്പെട്ടു. കല്ല് കോളേജിൽ നിന്ന് പോയതിനു ശേഷമേ കാശിക്ക് അവിടുത്തെ അവളുടെ ഇരകളെ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. കാശിയും നിതീഷും കൂടി കല്ലുവിന്റെ കോളേജ് പരിസരത്ത് കാർ പാർക്ക് ചെയ്ത് കാത്തു നിൽക്കും. കല്ല് പോയതിനു ശേഷം വണ്ടി മുന്നോട്ടെടുത്ത് നിധി ഇറങ്ങിയ ആളുകളെ തപ്പുന്ന ഒരുത്തനെയാണെങ്കിൽ കിട്ടുന്ന വേറൊരുത്തനെ ആയിരിക്കും. കാരണം ചിലരൊക്കെ നേരത്തെ പോയിട്ടുണ്ടാവും. എന്തായാലും ലിസ്റ്റിലുള്ളവരെ തന്നെ കിട്ടുന്നുണ്ട്. നിനക്ക് ഫൈനൽ ഇയറിലെ കല്യാണി അറിയോ? ആദ്യം കയ്യിൽ കിട്ടിയ എല്ലാവിധ സംശയങ്ങളും കൂടി ചോദ്യം ചെയ്യാണ് കാശി. എന്റെ പൊന്നു ചേട്ടാ, ഓർമ്മിക്കല്ലേ, ഒരിക്കലും അവൾ എന്റെ വയറ് നോക്കി ഒരു കുത്തൂത്തിയിട്ട് 3 ദിവസം ഞാൻ ഇക്കിലെടുത്ത് നടന്ന് കക്കൂസി പോയിട്ട് മുക്കിയിട്ട് പോലും പേരിന് പോലും ഒരു കണ്ടി വന്നില്ല. അതിൽ പിന്നെ ഇന്നുവരെ അവള് വരുന്ന വഴി കൂടി ഞാൻ പോവാറില്ല. ആദ്യത്തെ മറുപടി തന്നെ അവരെ ഞെട്ടിച്ചു കളഞ്ഞു. ആ മറുപടി കേട്ട് നിതീഷ് കാശിയെ നോക്കി. അവൻ തിരിച്ചും. ബാക്കിയുള്ളവരിൽ നിന്ന് സമാനമായ മറുപടികളാണ് അവർ കിട്ടിക്കൊണ്ടിരുന്നത്. അതിൽ ആർക്കും അവളോട് പകരം വീട്ടണമെന്നൊന്നുമില്ല. ലിസ്റ്റിൽപ്പെട്ട പെൺകുട്ടികൾ മാത്രമാണ് ഉപദ്രവങ്ങളൊന്നും കിട്ടാത്തത്. അവർക്ക് അവളോട് വൈരാഗ്യമൊന്നുമില്ല. വർഷയാണ് അവരെ കണ്ട് സംസാരിച്ചത്. ഏതാണ്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് 8 ആൺകുട്ടികൾ 2 പെൺകുട്ടികൾ അടങ്ങുന്ന ലിസ്റ്റിൽ തങ്ങൾ തേടുന്ന അവൾ ഉപദ്രവിക്കാൻ തുനിഞ്ഞിറങ്ങിയവരില്ലെന്ന് കാശിക്ക് വ്യക്തമായി. ഇനി കോളേജിന് പുറത്താണ് ബാക്കി അംഗം. 5 പേരിൽ ആദ്യം കണ്ടത് കോളേജ് ജംഗ്ഷനിലെ ഓട്ടോക്കാരനെയാണ്. അന്ന് മാനേജ്മെന്റ് ഇടപെട്ട് ആ പ്രശ്നം പരിഹരിച്ചതാണ്. അന്ന് ആ കൊച്ചു വന്നിടിച്ചപ്പോൾ ആകുന്നതാണ് കിട്ടുപോയി സാറേ. ആ ദേഷ്യത്തിൽ കോളേജിൽ പരാതി പറഞ്ഞു. അന്നൊക്കെ അവൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തന്നെ തോന്നിയിരുന്നു. പക്ഷേ ആദ്യം കൂടുന്നവരൊക്കെ എന്നെ കൈയൊഴിഞ്ഞു. പ്രതികാരം ചെയ്യാൻ ഒറ്റക്കായി. ആ സമയത്ത് ഇവിടെ ഓട്ടോ ഓടിക്കണം ഞങ്ങൾക്ക് ആശാന്ന് വിളിക്കുന്ന ആളെന്നെ ചേർത്ത് വിളിച്ചിട്ട് ഞാൻ ചെയ്ത തെറ്റ് പറഞ്ഞു സാറേ. അപ്പോഴാ സാറേ എൻ്റെ തെറ്റ് ആ കൊച്ചുങ്ങളുടെ ശരി ഞാൻ മനസ്സിലാക്കണം. പിന്നീട് നല്ലതിന് നിരക്കാത്തൊന്നും തോന്നിയിട്ടില്ല സാറേ. അവരോട് മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. അയാളും മറ്റു 3 പേരല്ലെന്ന് കാശിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമായി. ഇനി ഒരാൾ കൂടിയുണ്ട്. കാശി ലിസ്റ്റിലേക്ക് നോക്കി നേരത്താണ് അവന്റെ ഫോൺ ബില്ലടിക്കുന്നത്. സായിയാണ്. ഹലോ സായി, പറയടാ. ഞാൻ വിളിച്ചതേ അവളെ ആക്രമിച്ചവരാരും പിന്നീട് അവളോട് ഏറ്റുമുട്ടാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, ഒരു തിരുത്തുണ്ട്. ഒരാൾ ഒരിക്കൽ അവളോട് പഴയ വൈരാഗ്യം തീർക്കാൻ വന്നിരുന്നു. മീനി ഇപ്പോഴത് ഓർത്ത് പറഞ്ഞത്. അപ്പൊ തന്നെ നിന്നെ വിളിച്ചതാ. ആരടത്? സായി പറഞ്ഞ പേരായിരുന്നു ആ ലിസ്റ്റിലെ അവസാന പേരും. ആൻ്റപ്പൻ. സായി ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. കോഫി ഷോപ്പിൽ വെച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഒരു പേര് മാത്രമായിരുന്നു ആൻ്റപ്പൻ. കുറച്ച് മുമ്പ് വരെ. കുറച്ച് ദിവസം ലീവ് എടുത്തുകൊണ്ട് തന്നെ ഓഫീസിൽ കുറേയധികം പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു, മീറ്റിങ്ങുകളും. അതിനിടയ്ക്ക് മീനുവിനെ കാണാൻ പോകാനോ വിളിക്കാനോ പറ്റിയില്ല. അതിനവൾ നല്ല പിണക്കത്തിലായിരുന്നു ഇന്ന് ഉച്ചവരെ. അവൾ പിണങ്ങിയിരിക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും മനഃപൂർവ്വം പിണക്കം തീർക്കാൻ പോയില്ല. ഇപ്പൊ തീർത്താൽ പിന്നെയും തിരക്കാവുമ്പോൾ മിണ്ടാൻ പറ്റാതെ വരുമ്പോൾ വീണ്ടും പിണങ്ങും. അപ്പൊ വീണ്ടും പിണക്കം തീർക്കാൻ പോകണം. എല്ലാം കൂടെ ഒന്നിച്ചു തീർത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു മടിയനായ പുത്രൻ. പക്ഷേ സായിയുടെ പ്രവചനങ്ങളെ പാടെ തകർത്തുകൊണ്ട് മീനു അവനെ വിളിച്ചു. എന്നാലും പ്രവചനം മുഴുവനായിട്ട് തകർന്നില്ല. അവൾ വിളിച്ച അന്ന് പറയാൻ വിട്ടുപോയ ഒന്ന് പറയാനാണ്. അത് പറഞ്ഞു തീർന്ന ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പോവുകയും ചെയ്തു. സംഭവം കുറച്ച് സീരിയസ് ആണ്. അവർ കോളേജിൽ ചേർന്ന വർഷം തിങ്ങി നിറഞ്ഞു വരുന്ന ബസ്സിൽ വലിഞ്ഞു കയറിയാണ് കോളേജിലേക്ക് പോക്കും വരവും. കാലുത്താൻ സ്ഥലങ്ങളിൽ മുന്നിൽ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ട് കയറിക്ക് എന്ന് പറഞ്ഞ് അലറുന്ന കണ്ടക്ടർ. പെമ്പിളരെ വായി നോക്കി ഇല്ലാത്ത വളവിലും ബസ് വീശിയൊടിക്കുന്ന ഡ്രൈവർ.
പിള്ളേരെ കാണുമ്പോൾ തന്നെ ബാഗ് കൊണ്ടുവരുന്നതിന് മുറിവുറുക്കുന്ന സീറ്റിലിരിക്കുന്ന അമ്മച്ചിമാർ ഇവരെയൊക്കെ മനസ്സിൽ തെറി പറഞ്ഞുകൊണ്ട് കൂട്ടുകാരോട് വാത്തോരാതെ കഥകളും പറഞ്ഞ് യാത്ര ചെയ്യും. അങ്ങനെ ഒരു ദിവസം മുന്നിൽ ഫുട്ബോൾ കളിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ബസ്സിന്റെ ഏകദേശം നടുക്കായി ക്രിക്കറ്റ് കളിക്കാൻ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്ന് ചെറുതായി തള്ളു വരുന്നു. അത് കാര്യമാക്കാതെ കത്തിയടി തുടർന്നു. അപ്പോഴേ ബസ്സിൽ പിടിച്ചിരുന്ന കയ്യിലേക്ക് ഒരു കടന്നുകയറ്റം. കല്ലൊന്ന് തിരിഞ്ഞു നോക്കി. 6 അടി പൊക്കം വരുന്ന അതിനൊത്ത വണ്ണം വരുന്ന കഷണ്ടിത്തലയും കട്ടിമീശയും ചുവന്ന കണ്ണുകളുമായി ഒരാൾ. മുഷിഞ്ഞ മുണ്ടും ഷർട്ടും കഴുത്തിലൊരു തൂവാല കെട്ടിയിട്ടുണ്ട്. അവള് നോക്കിയപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് പിടുത്തമിടാതെ തന്നെ അയാൾ അവളെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചു. കല്ലു അയാൾക്ക് പിറകിലേക്ക് നോക്കി. അയാൾക്ക് ഒരുപാട് പിന്നിലാണ് ബാക്കിയുള്ളവർ നിൽക്കുന്നത്. അവരുടെയൊക്കെ മുഖത്ത് അയാളുള്ള ഭയം നിറഞ്ഞു നിന്നു. അതിൽ നിന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണിതെന്ന് അവൾക്ക് മനസ്സിലായി. ഈ നേരം മുഴുവൻ അയാൾ അവൾ ഒഴിഞ്ഞു നോക്കിയായിരുന്നു. പിന്നെ ബസ്സിലുള്ളവർ കേട്ടത് പടക്കം മുട്ടുന്ന പോലെ ശബ്ദമാണ്. കാണുന്നത് കവളിൽ കൈവച്ച് നിൽക്കുന്ന ആൻ്റപ്പനെയും. ഇത്രയും നേരം പേടിച്ചു നിന്നിട്ടൊക്കെ മൊത്തം ആശ്ചര്യമായി. ചില മുഖങ്ങൾ ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. ആൻ്റപ്പൻ അവളെയും ബസ്സിലുള്ളവരെയും നോക്കി പേടിപ്പിച്ചിട്ട് ഡോറിനടുത്തേക്ക് നടന്ന് ബെല്ലടിച്ച് ബസ് നിർത്തി ഇറങ്ങിപ്പോയി. അയാൾ ആരാ എന്താന്നൊക്കെ അറിഞ്ഞിട്ടാണ് കല്യാണം ചെയ്ത്. നാട്ടിലെ പ്രധാന ഗുണ്ടയാ ആൻ്റപ്പൻ. അയാൾ നിന്നെ നോട്ടിട്ടുണ്ട്, നീ എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ. എല്ലാം കണ്ട് ബസ്സിലുണ്ടായിരുന്ന അവരുടെ ക്ലാസ്സിലൊരു കുട്ടി പറഞ്ഞു. ബസ്സിലുണ്ടായിരുന്ന ഒട്ടുമിക്കവരും ഇത് തന്നെയാണ് അവളോട് പറയാൻ ആഗ്രഹിച്ചത്. മീന് വരെ പേടിച്ചെങ്കിലും കല്ലൂനൊന്നും തോന്നിയില്ല. പിന്നീട് ആൻ്റപ്പനെ പലയിടങ്ങളിലും വെച്ച് കണ്ടിട്ടുണ്ട്. എപ്പോൾ കണ്ടാലും കയ്യിലെരിയുന്ന സിഗരറ്റുമായി അവരെ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നല്ലാതെ അനങ്ങാറില്ല. കല്ലു ഫൈനലിൽ എത്തിയപ്പോൾ കല്ലു മീനു സ്കൂട്ടി ഓടിച്ചാണ് വരുന്നത്. അച്ചു മീനുവിന്റെ ഒപ്പം ഉണ്ടാവും. ഒരു ദിവസം കോളേജിൽ സ്പോർട്സ് മീറ്റ് കഴിഞ്ഞ് മടങ്ങിയപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. ടൗണിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ പുറകിൽ നിന്നൊരു ജീപ്പ് പാഞ്ഞു വന്ന് കല്ലുവിനെ ഇടിച്ചിട്ടു. പുറകിൽ വന്ന മീനുവിനെ ചുറ്റും നിന്ന് ആളുകൾ ഓടി വന്നപ്പോഴേക്കും ജീപ്പ് തിരിഞ്ഞു പോയിരുന്നു. ആയിരട്ടിലും ജീപ്പ് പാഞ്ഞു പോകുന്നതിനിടയിലും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പകരിയുന്ന ആൻ്റപ്പന്റെ മുഖം മീനു വ്യക്തമായി കണ്ടിരുന്നു. കാശി ആൻ്റപ്പനെ തപ്പി അയാൾ താമസിക്കുന്ന കോളനിയിലെത്തി. ഫ്ലാഷ് ബാക്ക് ഒക്കെ ഇട്ടതിന് ശേഷം അവന്റെ ഉള്ളിൽ അയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. തന്റെ പെണ്ണിനെ നോക്കിയെന്നറിഞ്ഞ മുതൽ അവന്റെ മനസ്സിൽ വേദനയും പകയും നിറഞ്ഞു. അവളെ അയാൾ കൊല്ലാൻ ശ്രമിച്ചു എന്ന് അവന് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. അയാൾ പോവാൻ സാധ്യതയുള്ളിടത്തെല്ലാം തിരയുമ്പോഴും എങ്ങനെയും എത്രയും പെട്ടെന്ന് അയാളിലേക്ക് എത്തുക എന്ന് മാത്രമായിരുന്നു അവന്റെ ലക്ഷ്യം. ആൻ്റപ്പൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ സാറേ. 3 കൊല്ലം മുമ്പ് ഒരു കുത്തു കേസിലകത്തായതാ. 6-7 മാസം മുമ്പ് ഒന്ന് പരവുള്ളിൽ ഇറങ്ങിയായിരുന്നു. കുത്തുകൊണ്ട് ആള് ചാവാത്തോണ്ട് അയാളെ മറ്റു സാക്ഷികളെയും ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിച്ചുകൊണ്ടും ഇപ്പൊ പുറത്തിറങ്ങിയതാ. അയാൾ അറിയുന്ന ഒരാളോട് അയാളെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. സാറുമാര് പോലീസാണോ? അല്ല, എന്താണ് ചോദിച്ചത്? അത് പിന്നെ ഇവിടേക്ക് ആൻ്റപ്പനെ തിരക്കി വരാനുള്ള പോലീസുകാരാ, അല്ലെങ്കിൽ പിന്നെ വർക്ക് കൊടുക്കാനുള്ളവര്. ആരും സംശയത്തോടെ അവരെ നോക്കി. കാശി നിധിയും പരസ്പരം നോക്കി. ആ, ഞങ്ങളൊരു വർക്ക് കൊടുക്കാൻ വന്നതാ, നിതീഷ് പറഞ്ഞു. അവന്റെ മുഖം തെളിഞ്ഞു. ലെവൽ ക്രോസിന്റെ പിന്നിലൊരു ഒഴിഞ്ഞ കെട്ടിയിടുണ്ട്. അതാണ് അണ്ണന്റെയും ഫ്രണ്ട്സിന്റെയും താവളം. അണ്ണൻ അവിടെ കാണും സാറേ. കാശിയുടെയും നിധിയുടെയും മുഖത്ത് ഇരയെ കിട്ടിയ സന്തോഷം തെളിഞ്ഞു. അവർ ലെവൽ ക്രോസിന്റെ പിന്നിൽ ആളൊഴിഞ്ഞ വീട് മുമ്പിലെത്തി. അല്ല, അതെങ്ങനെ ശരിയാവും? ആ വീട്ടിലിപ്പോൾ അവരുണ്ടല്ലോ, അപ്പം എങ്ങനെ അത് ആളൊഴിഞ്ഞ വീടാവും? അതായത് മുമ്പ് അവിടെ താമസിച്ചവരും അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി. ആരും ഇല്ലാത്തതുകൊണ്ട് അവർ അവിടെ കൂടുന്നു. പുറമേ കാട് പിടിച്ച് കിടക്കുന്നു. അകത്ത് ആളുണ്ടെന്നറിയാൻ പുറത്തെടുക്കുന്ന ഒരു മണ്ടയില്ലാത്ത ഓട്ടോ മാത്രമാണ് അടയാളം. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് നിധി ആ ഓട്ടോയുടെ പേര് നോക്കി. തക്കുടു. അച്ചടാ, ഗുണ്ടകളുടെ വാനത്ത് ഇടാൻ പറ്റിയ പേര്. വാതിലിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പുറമേ കാണുന്ന പോലെയല്ല അകത്ത് നിറയെ മുറികളുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എവിടെന്നോ ഉച്ചത്തിലുള്ള വർത്താനം ശരിയും കേൾക്കാം. അതിന്റെ ഉറവിടം തപ്പിയടന്ന കാശി നിധി ഒരു മുറിക്കുമ്പിലെത്തി നിന്നു. അകത്ത് നിലത്തൊരു കുപ്പി മദ്യവും സോഡാ കുപ്പികളും ഗ്ലാസ്സൊക്കെ വെച്ച് അതിന് ചുറ്റിയിരിക്കുന്ന 3 പേർ. ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന ആളാണ് അവരെ ആദ്യം കണ്ടത്. കണ്ട മാത്രത്തിൽ തന്നെ അയാളുടെ മുഖത്തെ ചിരി മാഞ്ഞു. അയാൾ ചാടി എണീറ്റ് ചീറി. ആരടാ നീയൊക്കെ? എന്ത് ധൈര്യത്തിലുള്ള ഇങ്ങോട്ട് കയറി വന്ന്? പറയുന്നതിനൊപ്പം തന്നെ അയാൾ നടന്ന് അവർക്കെത്തി. അയാളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് തിരിഞ്ഞു നോക്കിയ ബാക്കി 2 പേരും അവരെ കണ്ട് എണീറ്റു. വന്നയാൾ കൈ കാശിക്ക് നേരെ ഉയർത്തിയതും കാശി അതിൽ പിടിച്ച് തിരിച്ച് മറുകൈ വീശി അയാളുടെ കരണത്തടിച്ചു. അത് കണ്ടുന്ന അവന്റെ കൂട്ടാളികൾ അവർക്ക് നേരെ പാഞ്ഞു വന്നു. അപ്പോഴേക്ക് അയാളെ കയ്യിൽ പിടിച്ച് കാശി സൈഡിലേക്ക് തള്ളി. ആരടാ നീ? പറടാ, ഇവിടെ കയറി വന്ന് ഞങ്ങളിവിടെ കൈവൊക്കെ മാത്രം ആരടാ നീ? കാര്യം ആദ്യം വഴി പറഞ്ഞെടുത്ത ചെക്കൻ വിളിച്ചൊരു കോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ സന്തോഷത്തിലാണ് കുപ്പി പൊട്ടിച്ച്. എന്നിട്ടിപ്പോൾ വന്നവരോ പിടിച്ച് തല്ലുന്നു. ഇതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ആരോന്നൊക്കെ ചോദിക്കുന്നത്. പോലീസാണെങ്കിൽ പുറകിലെ വാതിലൂടെ ഇറങ്ങി ഓടാലോ. അത് ചോദിക്കാൻ നീ ആരടാ? കാശി തിരിച്ചു ചോദിച്ചു. ഇതിപ്പോ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും താനാരാ പാടി നിൽക്കാനാണ് ഉദ്ദേശം. ഞാൻ സോമൻ, ഇത്തിക്കണ്ണി സോമൻ. അതിലൊരു മുന്നോട്ട് വന്ന് തന്റെ വീരപ്പ മീശ ഒന്നുകൂടി പിരിച്ചു വെച്ചുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു. ആള് മെലിഞ്ഞിട്ടാണെങ്കിൽ ഗുണ്ടലുക്കിന് മുഖത്തെ കൊമ്പൻ മീശയും കവളിൽ ഉണക്കമുന്തിരി മറുകും മതിയായിരുന്നു. കാശി അയാളുടെ നെഞ്ചു നോക്കിയൊരു ചവിട്ട്. അവനപ്പം തന്നെ പുറകിലേക്ക് മറന്നു വീണു. സ്വാഭാവികം, ഒരുത്തനെ തല്ലിയ ചോദിക്കാൻ ബാക്കിയുള്ളവർ വരണമല്ലോ. എന്നാൽ ഇവിടെ അങ്ങനെ വന്നില്ല. ഒരിക്കൽ പോലൊരു നിപ്പ് നിന്നാണ് വിളിച്ചത്. സാക്ഷാൽ ആൻ്റപ്പൻ.
തല്ലിക്കൊല്ലടാ ഈ പട്ടികളെ. ഇപ്പൊ ഇവന്റെ തല്ലുകൊണ്ട് വീണവരോട് തന്നെ വേണം ആന്റപ്പന്റെ സിനിമ ഡയലോഗ്. അവർ മനസ്സിലാവാൻസോടെ എണീറ്റ് കാശിക്ക് നേരെ നിന്നു. നിൽക്കേണ്ട താമസം കാശി അടുത്തടി കൊടുത്തു. ഓരോന്ന് വീതം 2 നേരം, അല്ല 2 പേർക്കും. പിന്നീട് അങ്ങോട്ട് അവർക്ക് നിൽക്കാൻ നേരം കൊടുക്കാതെ കാശി നിധി മാറി മാറി ഇടിച്ചുകൊണ്ടിരുന്നു. അയ്യോ അയ്യോ അയ്യോ. ആദ്യം ഉയർന്നിരുന്ന ആന്റപ്പന്റെ ആത്മവിശ്വാസം ഓരോ ഇടിയിലും കുറഞ്ഞുകൊണ്ടിരുന്നു. അവർ 2 പേരും ഇടികൊണ്ട് വീണ നേരം ആന്റപ്പൻ കാശിക്ക് മേലെ ചാടി വീണു. ഇരുവരും പരസ്പരം പകയോടെ നിലത്തിടന്ന് ഉരുണ്ടു. നിധി ഓടിച്ചെന്ന് ആന്റപ്പനെ ചവിട്ടി. ആ ചവിട്ടിൽ അയാൾ തെറിച്ചു മാറി. ഒന്ന് വീണെങ്കിലും കാശി എണീറ്റ് പുറകെ തന്നെ അയാളും എണീറ്റു. അടുത്ത അംഗം കുറിച്ചുകൊണ്ട് അവർ പരസ്പരം പോരുകോഴികളെ പോലെ കുറുകി. ശക്തിയിൽ തന്റെ നേർക്ക് പാഞ്ഞു വന്ന ആന്റപ്പനെ കാശി കാലി വീശി തൊഴിച്ചു. അയാൾ പുറകിലേക്ക് വീണു. എന്നാൽ വീണത് വാതിൽ കടന്നു വന്ന ആളുടെ കാൽക്കിലേക്കാണ്. വന്നയാളെ കണ്ട കാശിയുടെ മുഖം ചുളുങ്ങി. ജഗ്ഗു. കാശി നിധി മുഖത്തോട് മുഖം നോക്കി അമ്പരപ്പോടെ. ഇവനെന്താ ഇവിടെ എന്തായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം? ഏട്ടൻ. ജഗ്ഗുവിന്റെ മുഖത്ത് ആശ്ചര്യം. ഇവരെന്താ ഇവിടെ? അവന്റെ മനസ്സിലെ സംശയം. എന്നാൽ ഇതിലും അമ്പരപ്പുള്ള മുഖത്തോടെ 3 പേർ അവിടെ ഉണ്ടായിരുന്നു. ആന്റപ്പൻ, ഇത്തിക്കണ്ണി, സോമൻ, പിന്നെ 3-മനും. അവരും മുഖത്തോട് മുഖം നോക്കി. ഏതാ ദാസ ഈ അലവലാതി എന്നായിരുന്നു ആ നോട്ടത്തിലെ ചോദ്യം. അങ്ങനെ മുഖത്തോട് മുഖം നോക്കി എല്ലാ മുഖങ്ങളും കഴിഞ്ഞപ്പോൾ അവർ കാര്യത്തിലേക്ക് കടന്നു. ആദ്യത്തെ ചോദ്യം കാശിയുടെ വകയായിരുന്നു. ചോദ്യം ജഗ്ഗുവിനോട്. നീ എന്താ ഇവിടെ? ആശ്ചര്യവും അമ്പരപ്പും. അല്ല, ഇത് രണ്ടും ഒന്നല്ലേ? എന്തായാലും ഇതൊക്കെ കലർന്ന ഭാഗത്തിൽ കാശി ചോദിച്ചു. നിധി അതേ ഭാഗത്തിൽ സപ്പോർട്ട് ചെയ്തു. ഞാതെ ഇയാളെ തപ്പിയൊന്നാ. അടികൊണ്ട് മുതുകി തിരുമ്മിക്കൊണ്ട് നിൽക്കുന്ന ഉണക്കുമുന്തിരി സോമനെ. ഇത്തിക്കണ്ണി സോമനെ ചൂണ്ടി ജഗ്ഗു പറഞ്ഞു. എല്ലാവരും ഒന്നുകൂടെ അമ്പരന്നു. ഇപ്പൊ കിട്ടുന്ന തല്ലു പോരായിട്ട് നീ പുറത്തുനിന്ന് തല്ലു വരുത്തുന്നോ എന്ന് കൂടെയുള്ളവർ സോമനോട് ചോദിക്കാതെ ചോദിച്ചു. അത്തിപ്പാറ അമ്മച്ചിയാണേ, ഇതെന്റെ കൊട്ടേഷൻ അല്ലാന്ന് സോമൻ. ഇത്രയും മൗന സംഭാഷണങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ അസ്ഥാനത്തൊരു ചോദ്യം അവിടെ ഉയർന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.